സതീശേട്ടാ, ആ ബാഗ് എടുത്ത് മാറ്റി അവിടെ നിന്ന് പുറത്ത് ആള് കയറാൻ നിൽക്കുകയാണെന്നേ. ബാഗ് എടുക്ക്, മാറ്റേ. തന്നോടോടെ പറയണ ബാഗ് എടുത്ത് മാറ്റാൻ. ഡോ ചങ്ങായി, ബാഗ് എടുത്ത് മാറ്റി വേഗം. ഡോ സീറ്റ് കിട്ടിയിടോ. സതീശേട്ടാ, ആ ബാഗ് എടുത്ത് മാറ്റി അവിടെ നിന്ന്. ഡോ, പുറത്ത് ആള് കയറാൻ നിൽക്കാന്നേ. തന്നോടല്ലേ ബാഗ് എടുത്ത് മാറ്റാൻ പറഞ്ഞത്. ബാഗ് എടുത്ത് മാറ്റോ. ഡോ, താൻ എന്ത് പരിപാടി ചേട്ടനാ? ബാഗ് എടുത്ത് മാറ്റേ. ഹലോ സാറേ, ഞാനാ ഡെന്നിയാണ് സാറേ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. സതീശനാണ് പ്രശ്നക്കാരൻ. ആ ബാഗ് എടുക്കാൻ പറ്റും മാറ്റുന്നില്ലെന്നേ. ആ ബാഗ് എടുത്താലല്ലേ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ സാറേ. ബാഗ് എടുക്കുന്നില്ല ആള്. എന്ത് ചെയ്യണ്ടേ? ഞാൻ വെയിറ്റ് ചെയ്യണോ? ഓക്കെ, ഞാൻ ഓഫീസിലെത്തി. ശരി ശരി, ഞാൻ വിളിക്കാം. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വിളിക്കാം തന്നെ. ഗുഡ് മോർണിംഗ് സാർ. എത്തി ഡ്രൈവിങ്ങിലായിരുന്നു. ഓഫീസിലുണ്ട്. ഞാൻ അറിഞ്ഞിരുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ജോലിയൊക്കെ ഓക്കെ സാറേ. ഹീസ് ഗുഡ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ എടുത്തത്. ഞാൻ സാറിനെ വിളിക്കാം. ഞാൻ അന്വേഷിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ. ഓക്കെ സാർ. ആ സതീഷ്. ആ സാർ. എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. കംപ്ലയിൻസ് ആണല്ലോ ഒത്തിരി. വാട്ട് ഹാപ്പൻ? ടെൽ മീ. ഒന്നുമില്ല സാറേ. എന്താ? സ്പീക്ക് അപ്പ്. വാട്ട് ഈസ് എ മാറ്റർ? എനിക്കൊന്നും പറയാനില്ല സാർ. ടെൽ മീ. എന്താ സംഭവിച്ചേ? ഒന്നുമില്ല സാർ. അവനെൻ്റെ ബാഗ് എടുത്തു, ഞാൻ തടഞ്ഞു. ഇതെന്താ, സ്കൂളോ? എൻ്റെ ബാഗ് എനിക്ക് ആരും തൊടുന്ന ഇഷ്ടമല്ല സാറേ. ഇവനാണ് വെറുതെ വഴക്കുണ്ടാക്കിയത്. ഞാൻ ആ ബാഗ് എടുത്ത് വെറുതെ മാറ്റി വെച്ചേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ എന്നെ പിടിച്ച് തള്ളി. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം. എന്താ സതീഷ് ഇത്? നീ ചെല്ല്, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. സതീഷേ, ഇത് ലാസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഒത്തിരി കംപ്ലൈൻസ് ആയി. നീ ആ ഗ്ലോബലിന്റെ റിപ്പോർട്ട് റെഡിയാക്കിയോ? അത് ഇന്ന് തന്നെ അവിടെ കൊടുക്കണം. ഓക്കെ സതീഷ്, നീ ആ ബാഗ് കൊണ്ടുപോണ്ട. ഓൾറൈറ്റ്? ഹലോ. ആ സതീഷ്. സാർ, എൻ്റെ ബാഗ് എടുത്തിട്ടില്ല. ബാഗില്ലാതെ ഞാൻ പോകത്തില്ല. ബാഗോ? കിട്ടിയേ പറ്റത്തുള്ളൂ. അത് നാളെ എങ്ങാനും എടുക്കാന്നേ. നീ എന്താ കുട്ടികളെ പോലെ? ശരി, ഇത്ര ലേറ്റ് ആയില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. നീ അവിടെ വെയിറ്റ് ചെയ്യേ. ബാഗ് കിട്ടാതെ ഞാൻ പോകത്തില്ല. ബാഗ് കിട്ടിയേ പറ്റത്തുള്ളൂ. സതീശന്റെ കാര്യല്ലേ? മനുഷ്യന് പ്രാന്ത് പിടിക്കും. മനുഷ്യന് കുട്ടികളെടാ എപ്പോഴും സതീശന്റെ കാര്യം പറഞ്ഞോണ്ട്. നീ എന്തുട്ട പറയണ്ട സാധിക്ക? നിനക്കറിയില്ല ആളുടെ ബാഗില്ലേ? കാര്യല്ലേ? അത്ര വലിയ കാര്യമൊക്കെ ആവശ്യമൊന്നുമില്ല. നിർത്തടാ, കളി ശ്രദ്ധിക്കടാ.
എന്റെ ജോബ് ചേട്ടാ നിങ്ങൾ എന്തുട്ടാ പറയണ? നിങ്ങൾക്ക് അറിയില്ല, ഉറക്കം കിട്ടണില്ല ആളുടെ ബാഗ് കാരണം പാതിരാത്രി മനുഷ്യന്. എത്ര ദിവസമായി അറിയാം ഉറങ്ങിട്ട്? എടാ ഇത് നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കളിക്കേ എന്റെ കളിയാണ്, കളിയെ ശ്രദ്ധിക്കേ. എടാ നിജിലെ, ആ ടോപ്പിക് ഒന്ന് വിടാവോ? കളിക്കാൻ വന്നപ്പോൾ സതീശൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ? പുള്ളിയെ കൊണ്ട് അത്ര വലിയ ശല്യമൊന്നുമില്ല. ആ ബാഗിനെ കുറിച്ച് കുറച്ച് കൺസേൺ ആണെന്നല്ലേ ഉള്ളൂ. എടാ പബ്ജി തുടങ്ങിയാടാ? എന്റെ സാറാണ് ഒന്ന് മിണ്ടാണ്ടിരുന്നാടാ. സബ്ജി ഉണ്ട്, അവന്റെ ഒരു കോപ്പുണ്ട്. ഒന്നും മിണ്ടാതിരിയാടാ മധുരി, കുറെ നേരം കിടന്ന് ചിലക്കണ. നീ എന്തിനാണ് എല്ലാവരും വെറുപ്പിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കുള്ള പണിയില്ലേ, 8ന്റെ പണി അത് ഞാൻ കൊടുത്തിരിക്കും. നിർത്ത്, അയാൾ ഒന്നും തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. എത്തിയില്ലേ? അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. സാർ. ശരി സാർ, ഓക്കെ. ഹലോ അസാദിക്ക, മിഥുനെ എവിടെടാ? എന്താടാ? നീ സതീശേട്ടൻ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. എന്തായി? പുള്ളി ഓഫീസിൽ നിന്നില്ലാന്ന് പറഞ്ഞിട്ട് ആരും സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ നിജലിന്റെ കൂടെ താമസിക്കണം. നിനക്ക് നിജലിനെ ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നില്ലേ? ആണോ? ഞാനന്ന് നിജലിനെ വിളിക്കാന്നെ. ഓക്കെ. ഹലോ നിജലെ, നീ എവിടെയാണ്? എന്താടാ? ആ സതീശേട്ടനെ കാണില്ലാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല. നിന്റെ റൂംമേറ്റ് അല്ലേ? നിനക്കറിയാൻ പാടില്ലേ? എടാ ഞാൻ ആളുടെ ബാഗ് എടുത്ത് മാറ്റിയിരുന്നു. ഇനി അതാണാവോ? ബാഗ് എടുത്ത് മാറ്റിയാ? നീ എന്ത് പണിയാണ് കാണിച്ചു ബാഗ് എടുത്ത് മാറ്റിയേ? നീ വേഗം വന്ന് റൂമിലേക്ക് വന്നേ. ദേവന് ഞാൻ ഇപ്പൊ വരാം. വേഗം വാ. എന്റെ പൊന്നിന് ഇതിലത് വേഗം വന്നേ. എനിക്കറിയാം ഈ ബാഗ് ഇത്രമാത്രം പൊല്ലപ്പുണ്ടാക്കുന്നു. പെട്ടെന്ന്. എടാ ഡോറ് പൂട്ടിയിട്ടില്ല. ഇയാളിത് എവിടെ പോയി എടുക്കുന്ന പൂട്ടാണ്? എടാ പെട്ടെന്ന് കയറി നോക്ക്, റൂമിലുള്ള നോക്കിയേ. ഇവിടെ ആരുമില്ലല്ലോ. റൂമൊക്കെ അലങ്കോല കിടക്കണേന്ന്. എനിക്കറിയില്ല എന്റെ സാധിക്കേ. റൂമൊക്കെ ആകെ ഷോക്കാണല്ലോ. കിച്ചണിൽ നോക്കി. ഇല്ല, ഇവിടെ ആരുമില്ല. ആ റൂമിലേക്ക്. ഈ റൂമിലും ആരുമില്ല. ബാത്റൂമിൽ നോക്കി ഒരാള്. ഇയാൾ ഈ പൈപ്പ് അടച്ചിട്ടില്ലല്ലോ. എനിക്കറിയില്ല എന്റെ സാധിക്ക. ഇനിയിപ്പോ എന്തൊരു ചെയ്യാ? എന്റെ പൊന്നിന്റെ നീ ആ ബാഗോടെ വെച്ചത്. നീ അയാളുടെ ബാഗ് എടുത്ത് മാറ്റിയാ? എന്ത് പണിയാണോ നീ കാണിച്ചത്? ഞാൻ നോക്കിട്ട് വരാം, 1 മിനിറ്റ്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. പോയി ബാഗ് എടുത്തോണ്ട് വാടാ പണ്ടാറടങ്ങാൻ. ഇയാളും നല്ല ഇവിടെ പോയി. ഇയാൾ പണ്ട് കാണിച്ചാലും മോളിപ്പെരിപ്പുണ്ടാവോ? എന്റെ പൊന്നു, പണി പാളുവോ? കൈവതം കാണിക്കൂ പുള്ളി. വാ, നമുക്ക് പോയി പെട്ടെന്ന് നോക്കിട്ട് വരാം. നിജിലെ, നീ വേഗം ബാഗ് എടുത്തോണ്ട് വാ. ഞങ്ങൾ മേലുണ്ടാ. വേഗം ചെല്ലു. മിഥുനെ, വേഗം വാ.
സാധിക്കാൻ എന്താടാ ഒരു മിനിറ്റ്. എടാ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തുട്ടാണ് അതിന്റെ ഉള്ളിലുള്ളത്? അത് ശരിയാണല്ലോ, ഇതിനുള്ള എന്ത് പണ്ടാരാണ്? അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം പുള്ളിനെ കണ്ടുപിടിച്ച് ബാഗ് കൊടുത്ത് പ്രശ്നം തീർക്കാം. നിക്ക്, നമുക്ക് ആദ്യം ഇതിനുള്ള എന്താ ഉള്ളത് നോക്കാമല്ലോ. ഇതിനെ വേവാ. സതീശേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഇതിലെന്താണുള്ളതെന്നത്. ഞാൻ എൻ്റെ ഈ ബാഗ് സൂക്ഷിച്ച പോലെ എൻ്റെ മോളെ ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ, അവളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആകെ അവശേഷിക്കുന്ന അവളുടെ ഈ ഓർമ്മകൾ മാത്രമാണ്. ൽ മാത്രം കാണാതായ കുട്ടികളുടെ എണ്ണം 1774. അതിൽ 49 പേരെക്കുറിച്ച് ഇന്നും യാതൊരു അറിവുമില്ല. അവരിന്നും കാണാമറയത്താണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മറന്നുപോയ ചില യാഥാർത്ഥ്യങ്ങളുടെ, ജീവിച്ചിരിക്കുന്ന ചില രക്തസാക്ഷികളുടെ ഓർമ്മപ്പെടുത്തൽ. ബാഗ്മാൻ ഇരുട്ടിൽ മറഞ്ഞ കുരുന്നുകൾക്കും കുഞ്ഞോർമ്മകളുടെ ഇരുട്ടിൽ തളയ്ക്കപ്പെട്ട മാതാപിതാക്കൾക്കും സമർപ്പിക്കുന്നു. ആലപ്പുഴയിൽ വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരൻ രാഹുലിനെ കാണാതായിട്ട് ഈ മാസം 18-ന് 11 വർഷമാകുന്നു. സന ഫാത്തിമയ്ക്ക് വേണ്ടി തിരച്ചിൽ നടക്കുമ്പോൾ 3 വർഷം മുമ്പ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് കാണാതായ 1.5 വയസ്സുകാരി ദിയ ഫാത്തിമയെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. ഓരോ ദിവസവും വാട്സാപ്പിലും ഫേസ്ബുക്കിലും കടന്നുവന്ന് വേദനിപ്പിക്കുന്ന കുഞ്ഞുമുഖങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഷെയർ ചെയ്ത് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ദൗത്യമെന്നറിയുക.